ഹലോ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലത് വരട്ടെ അല്ലേ. 2024 നല്ലൊരു വർഷമാവട്ടെ എല്ലാവർക്കും. 2023 സങ്കടങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ ഉണ്ടായാലും അതൊക്കെ മറക്കുക. സന്തോഷങ്ങളൊക്കെ ഓർത്തിരുന്നോട്ടോ, നമുക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങളല്ലേ, അതൊന്നും മറക്കണ്ട. ഇനിയിപ്പോൾ 2024 എന്തെങ്കിലും വിഷമങ്ങൾ വന്നാലും അതൊക്കെ തരണം ചെയ്യാനും നമുക്കൊരു മനഃശക്തിയാണ് എപ്പോഴും വേണ്ടത്. അപ്പോൾ പിന്നെ എല്ലാം ക്ലിയറായി. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാൻ നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പി കാണിച്ചിട്ട് സിമ്പിളായിട്ട്, ഞാൻ എപ്പോൾ കാണിക്കുമ്പോഴും അങ്ങനെയാണല്ലോ, ഏറ്റവും സിമ്പിളായതാണ് കൂടുതലും കാണിക്കാറ്. അപ്പം അതേപോലെ തന്നെ ഇന്നത്തെ മധുരം നല്ല സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു മധുരം ആവട്ടെ എന്ന് വിചാരിച്ചു. 1-ാം തീയതി അല്ലേ, മധുരം ഈ വർഷം മുഴുവൻ നിൽക്കട്ടെ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒക്കെ മടി കാണിക്കുന്നുണ്ട് എല്ലാവരും. കുറച്ച് ആൾക്കാർ സ്ഥിരമായിട്ട് ചെയ്യണവരുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് പുതിയതായിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. പകുതി പേര് എപ്പോഴും പുതിയതാണ്, പകുതി പേര് പഴയതും, അങ്ങനെയാണ് എപ്പോഴും നമുക്കത് റിപ്പോർട്ട് കാണാം. അപ്പോൾ ഈ പുതിയത് വരുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ദേ ഇന്നലെ ഉണ്ടാക്കി വെച്ച കേക്ക് രാവിലെ തന്നെ ഞാൻ മുറിച്ച് വെച്ചു. ഇത്തിരി നേരം വൈകിട്ടൊക്കെ അല്ലേ സൺഡേയിൽ എഴുന്നേൽക്കുക. അപ്പോൾ ചായ ചേട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റ് വന്ന് ചായ പാർത്തി. ശ്രീകുട്ടത് കുടിച്ചൊന്നുമില്ല, ചായ കുടിച്ചൊന്നുമില്ല കേട്ടോ. കുളിച്ച് ഡ്രസ്സ് മാറി പോവുകയാണ്. കോഴിക്കോട്ടൊക്കെയാണ് കേട്ടോ. ന്യൂ ഇയർ ആഘോഷിക്കാൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പിന്നെ ഇത് കോളേജിൻ്റെ കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അവന് പഠിക്കാനില്ല, അവൻ്റെ ഫ്രണ്ടിന് പഠിക്കാൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ എന്തായാലും രാത്രി വരാനായിട്ട് വണ്ടി ഇല്ലല്ലോ, അത് കാരണം പിറ്റേ ദിവസം ആകുമ്പോഴേക്കും എത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു ദിവസം ആവുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. എന്നാലും ഇത്തിരി പേടിയൊക്കെ തന്നെയാണ് എനിക്കുള്ളിൽ. പക്ഷേ മക്കൾ വലുതാകുമ്പോൾ അത് അംഗീകരിക്കല്ലാണ്ട് നമുക്ക് നിവൃത്തിയൊന്നുമില്ലല്ലോ. അവർക്ക് സപ്പോർട്ട് ചെയ്യാമെന്നല്ലാണ്ട് നമ്മളോട് പറഞ്ഞിട്ട് പോകുമ്പോൾ നമ്മളത് സമ്മതിച്ചില്ലെങ്കിൽ നമ്മളോട് പറയാണ്ട് പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ചും ആൺപിള്ളേർ മാത്രമല്ല, ഇപ്പോഴത്തെ കാലത്ത് പെൺപിള്ളേരും. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാം നമ്മളോട് പറയണമല്ലോ. അപ്പോൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ സമ്മതിച്ച് കൊടുക്കും. അങ്ങനെ വീട്ടിൽ കെട്ടിയിട്ട് അങ്ങനെ വളർത്താനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവർ പോയി എൻജോയ് ചെയ്യട്ടെ അല്ലേ. അങ്ങനെ അവൻ പോട്ടെ. ആദ്യത്തെ പിന്നെ അങ്ങനെയൊന്നും പോയി തുടങ്ങിയിട്ടില്ല, അത്രയ്ക്ക് ആയിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങളിതാ ഉച്ച വരെ എനിക്ക് റെസ്റ്റ് എടുത്തു കേട്ടോ. വയ്യാൻ തോന്നി, കുറച്ച് പനിയുണ്ട് രണ്ടുപേർക്കും. അപ്പോൾ അത് കാരണം വയ്യാൻ തോന്നി ഉച്ച വരെയൊക്കെ റെസ്റ്റ് എടുത്തു. പിന്നെ കുറേ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് വെച്ചു, ഷോർട്ട് വീഡിയോകളൊക്കെ. അത് കഴിഞ്ഞ് വൈകുന്നേരമാണ്. അപ്പോൾ തലേദിവസത്തെ മീൻകറി മുട്ട പൊരിച്ചൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത് പകൽ. പിന്നെ കേക്കും പിന്നെ നമ്മുടെ തലേദിവസത്തെ അപ്പമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. പുല്ല് പറിക്കാൻ കുറച്ചൊക്കെ സ്ഥലത്തൊന്ന് പുല്ല് പറിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അടുക്കള ഭാഗം നല്ല വൃത്തിയാക്കണം. പിന്നെ അവിടെയൊക്കെ പുല്ല് പറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം. പിന്നെ ഇതാ ഇവിടെ പയർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി പണഞ്ഞിങ്ങനെ വരിക, അതിന് പടരാൻ സ്ഥലമില്ലാണ്ടേ. അപ്പോൾ അത് ആ ഒരു ഇരുമ്പിൻ്റെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് എല്ലാതും അങ്ങോട്ട് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ മത്തങ്ങയൊക്കെ കളഞ്ഞു കേട്ടോ. ഞാൻ അവിടെ അടുക്കള ഭാഗത്ത് ആകെ പുല്ല് നിറഞ്ഞിട്ട് പുല്ല് പറിക്കാനും പറ്റണില്ല, ആകെ വൃത്തികേട്. അത് കാരണം മത്തങ്ങയൊക്കെ പറിച്ച് കാട്ടി കളഞ്ഞു. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. ഇഷ്ടമുണ്ടായില്ല എന്ന് വെച്ചാൽ ചീരയിലേക്കാളും പിള്ളേർക്കൊക്കെ ഇഷ്ടം മത്തങ്ങയില ആണ്. അത് കാരണം പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക, ആകെ പടർന്നില്ലേ. അപ്പം ഞാനത് കളഞ്ഞു. ഇനി പുതിയതൊക്കെ മുളയ്ക്കട്ടെ. പിന്നെ കുറച്ചും കൂടി പയർ കഴിഞ്ഞ വർഷം ഉണ്ടായ കുറ്റിപ്പയറുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വെറുതെ ഒന്നും ഇങ്ങനെ കുത്തി ഇളക്കി കണ്ടിട്ട് ഇടാമെന്ന് വിചാരിച്ചു. മുളച്ച് കിട്ടുക വെച്ചാൽ മുളച്ച് കിട്ടട്ടെ. ഈ പയർ അവിടെ എടുത്ത് വെച്ചിരുന്ന് ഇങ്ങനെ കേടാക്കി കളയാനായിട്ടും നല്ലതല്ലേ. മുളയ്ക്കണം. വേറെ 2-3 തൈകളൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ. ചെടി നടാനും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടന് തീരെ വയ്യാത്ത കാരണം പിന്നെ ആ പണികൾക്കൊന്നും ഞാൻ അധികം നിന്നില്ല. ഞാൻ ചെയ്യുന്ന ജോലികളാണ് കൂടുതൽ ചെയ്തുള്ള. ചേട്ടൻ എന്നാലും പണികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കളയ്ക്കാനും കൊത്താനും അങ്ങനത്തെ ഒന്നും, വാഴ പറിച്ച് നടണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ചെയ്തില്ലെന്ന്. ഈ ഒരു പയറിനെ റെഡിയാക്കി കുത്തി കളയ്ക്കുക, അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടു. അവിടെ ആ ഒരു സൈഡിലുള്ള പുല്ലുകളൊക്കെ പറിച്ചു കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ചേട്ടന് അതിൻ്റെ ഇടയിൽ ഒരു കയറൊക്കെ കെട്ടാണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വാഴപ്പിണ്ടി വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, കായക്കൊല മാത്രമേ വെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലൊരു കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ, വാഴക്കൊല വെട്ടാൻ ഇത്ര പാടുണ്ടോയെന്ന്. ഒരു പാടുമില്ല, പക്ഷെ അറിയാത്തവർ ചെയ്യുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ചെയ്യണം, ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെയാണല്ലോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്, പിന്നെ റെസിപ്പികളും. അപ്പോൾ അത് ഷെയർ ചെയ്യണമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അതിൽ വലിയൊരു പ്രത്യേകതയൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പോൾ കുറേ ഉണങ്ങിയ ഇലകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി അവിടെ നിന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ വാഴപ്പിണ്ടി നമുക്ക് എന്തായാലും 1-2 ദിവസം കറി വയ്ക്കുകയും ചെയ്യാമല്ലോ.
അങ്ങനെ റെഡിയാക്കി എടുത്ത് പിന്നെ അതിൻ്റെ തലയൊക്കെ വെട്ടി അവിടെ കൊണ്ടു കളഞ്ഞ്. ഇനി ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി തീയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ വാഴക്കൈയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ആകെ ഇങ്ങനെ പുല്ല് പിടിച്ചും കിടന്നാലും എന്താ പറയുക ജീവികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ടൊരു പേടി. എന്നാലും മുഴുവൻ വൃത്തിയാക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഒരു സൈഡ് കുറച്ച് ഭാഗം പറ്റുള്ളൂ. 5 മണിയായിട്ടല്ല ഇറങ്ങിയത്. 7 മണി വരെയൊക്കെ മുറ്റത്ത് നിന്നു. എന്നാൽ കൂടി അങ്ങോട്ട് കഴിഞ്ഞില്ല കേട്ടോ. ഇനി അടുത്ത ഞായറാഴ്ചയല്ലേ പറ്റുള്ളൂ. ഇട ദിവസമൊക്കെ നമുക്കൊരു 10-15 മിനിറ്റൊക്കെ ഇത്തിരി നേരം പുല്ല് പറിക്കാൻ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഇതിപ്പോൾ എന്താ പറയുക 7 മണിയാണെങ്കിൽ ചേട്ടൻ തന്നെ പോവല്ലേ. പിന്നെ വൈകുന്നേരം ഇരുട്ടല്ലേ. ഇപ്പോൾ വീട്ടിലെത്തുമ്പോൾ ഭയങ്കര ഇട്ടാവണോണ്ട് നമുക്ക് വേറൊരു ഓപ്ഷനൊന്നും ഇല്ല. പിന്നെ വാഴപ്പിണ്ടി പൊളിക്കാനായിട്ട് ഞാനവിടെ വലിച്ചു കൊണ്ടിടുക കേട്ടോ. അപ്പോൾ അത് വലിച്ച് കൊണ്ട് ഇട്ട് കുറച്ചൊന്ന് പൊളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ആ ഒരു ഭാഗം അവിടെ കന്നിമൂല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അവിടുത്തെ റോസ ചെടി ചേട്ടൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു ആ ഒരു ഭാഗം ഒന്ന് പുല്ലൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കണം. നിറച്ച് തുളസി തൈകളാണ് മുളച്ചേക്കണത്. പിന്നെ പുല്ലും ഉണ്ട് കൂട്ടത്തിൽ. തുളസി തൈകൾ അത്രയ്ക്കും അധികമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അത്ര അധികമൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. അത് കാരണം കുറേയൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞു കേട്ടോ. പിന്നെ പുല്ലും പറിച്ചു. പുല്ല് പറിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു സംഭവമൊന്നും വീഡിയോ എടുക്കാൻ ഞാൻ എല്ലാ ഭാഗത്തും വിട്ടുപോകാം കേട്ടോ. അടുക്കള ഭാഗം പിന്നെ ലാസ്റ്റ് ഒന്നും കാണിക്കുന്നുണ്ട്. അടുക്കള ഭാഗം കൊണ്ട് വല്ലാണ്ട് ക്ലീനൊന്നും ആയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ 2023 പോകുമ്പോഴേക്കും കുറച്ചൊന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. ഇത്രയ്ക്കൊന്നും പറ്റില്ല. 2024 എന്തായാലും വലിയ കുഴപ്പമില്ലാത്തതാവുന്നു. ഇപ്പോഴത്തെ ഒരു ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കറിയാമല്ലോ നമ്മുടെ സാമ്പത്തികമായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. യൂട്യൂബ് മണി കിട്ടി തുടങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട് പണിത് കയറിയ സമയത്ത് നമുക്ക് നന്നായിട്ട് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്തിരി കുറവാണ് കേട്ടോ. വ്യൂസ് കുറവല്ലേ. വ്യൂസിനനുസരിച്ചാണ് തന്നെയാണ് നമുക്ക് വരുമാനമൊക്കെ കിട്ടുള്ളൂ. അല്ലാണ്ടൊന്നും കിട്ടുമൊന്നുമില്ല കേട്ടോ. പിന്നെ പരസ്യമൊക്കെ കാണണതിനനുസരിച്ചേ കിട്ടുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്. അപ്പോൾ കുറേ കുപ്പികളൊക്കെ പറക്കി അതിൻ്റെ ഉള്ളിൽ അവിടെ നിന്നൊക്കെ കിട്ടി. അതൊക്കെ നമുക്ക് ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാൻ വെച്ചാൽ അതൊരു കവറിലാക്കി എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ഇവിടെ കൊണ്ടിട്ട് വാഴപ്പിണ്ടി ആക്കി. ചേട്ടാ അപ്പോൾ അത് കുളിക്കാനായിട്ട് വെള്ളം ചൂടാക്കാമെന്ന് പറഞ്ഞ് വെള്ളം ചൂടാക്കി. അപ്പോൾ ഇന്നത്തെ പറമ്പിൻ്റെ മത്തങ്ങയിലും ചള്ള് മത്തങ്ങ 2 ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് വാഴപ്പിണ്ടി അപ്പം അത്യാവശ്യം കൂട്ടാനുള്ളതൊക്കെ ആയല്ലോ. 2-3 ദിവസമൊക്കെ വെക്കാനുള്ളതൊക്കെ ആയി. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ മീൻ തലേദിവസം ഉണ്ടായിരുന്നു. ഇന്നലത്തെ മീൻ കറി മുട്ട പൊരിച്ചതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യലായിരുന്നു ഇന്നത്തെ ഒരു പരിപാടി കേട്ടോ. അപ്പോൾ വൈകുന്നേരം എന്തായാലും കറി വെച്ചാൽ നാളേക്കും കൂടി ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോൾ ആ മീൻ എടുത്തപ്പോൾ മീൻ അറിയാണ്ട് ഫ്രീസറിലാണ് വെച്ചിരുന്നത്. അപ്പം പിന്നെ വെള്ളം ഒഴിച്ചിടല്ലേ നിവൃത്തിയുള്ളൂ. കായൽ മീനാണ്. ഇരുമ്പുളി കിട്ടിയാലൊക്കെ നല്ലതാണ്. പക്ഷേ ഇരുമ്പുളിയൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ വേഗം അവിടുത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി. പിന്നെ വാഴപ്പിണ്ടിയും മത്തൻ്റെ ഇലകൾ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ എപ്പോഴും ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് വെക്കാന്ന് വെച്ചാൽ അത് വാടി പോവില്ല കേട്ടോ. എപ്പോഴും നമ്മൾ ഇലകൾ കവറിലാക്കി കെട്ടി വയ്ക്കുക. മത്തങ്ങ പിന്നെ അങ്ങനെ തന്നെ വെച്ചു. ചള്ള് മത്തങ്ങ ആയ കാരണം ഈ ഇലയുടെ കൂടെ തന്നെ ഇട്ടിട്ട് മെഴുക്ക് പറ്റി പോലെയോ തോരൻ പോലെയോ ഒക്കെ വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ എടുത്തു വെച്ചു കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് ഇത് ഞാൻ എടുത്തില്ല കേട്ടോ. ക്യാരറ്റും ബീറ്റ്റൂട്ടൊക്കെ ഉണ്ടായിരുന്നു, അതാണ് എടുത്തത്. പിന്നെ മീൻ ക്ലീനാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ. കായൽ മീനല്ലേ. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടും നമ്മൾ ക്ലീനാക്കാൻ അടയ്ക്കുമ്പോൾ ഒത്തിരി പണിയാണ്. എന്നാലും പിന്നെ നാളെ രാവിലത്തേക്ക് വെച്ചാൽ ശരിയാവില്ല. ഒരുവിധം ഈ നേരമൊക്കെ ആകുമ്പോൾ എനിക്ക് മതിയാവും കേട്ടോ പണി ചെയ്തിട്ട്. കിടക്കണം എന്നാവും. ഞാൻ അപ്പോൾ കത്രിക കൊണ്ട് വെട്ടാൻ വേണ്ടി ആദ്യത്തെ വന്ന് ഇരിപ്പുണ്ട് അവിടെ. പൂച്ചകൾ 3 ആളും അവിടെ നിരന്ന് ഇരിപ്പുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ 3 ആൾക്കുള്ള തലയാകുമ്പോൾ 3 ആൾക്ക് കൂടി ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ എല്ലാതും മിടുക്കുള്ളവർക്ക് കിട്ടൂല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മീൻ കറി എടുത്ത് അടുപ്പത്ത് വെച്ചു. പിന്നെ അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ സൂപ്പർ പായസം നല്ല എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒരു 3/4 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂറായിട്ട് കഴുകിയിട്ട് 3/4 കപ്പ് പഞ്ചസാര കാരമലൈനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നന്നായിട്ട് അലിഞ്ഞ് തുടങ്ങുമ്പോൾ തീ കുറച്ച് തുടങ്ങുക കേട്ടോ. കൈവിടാതെ നമ്മൾ ഇളക്കണം. എന്നാൽ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അവിടെ പിടിക്കും. കളറ് മാറി കഴിയുമ്പോൾ നമ്മൾ ഒരു കപ്പോ 1.5 കപ്പൊക്കെ വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് കണ്ട് ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിക്കണം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് മേലേക്ക് തെറിക്കും കേട്ടോ. പിന്നെ ഈ കുതിർത്തി വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി വേവുമെന്ന് എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വെന്ത് കിട്ടി. പാൽ ഉപയോഗിക്കാനുള്ളത് തിളപ്പിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. 2 വിസിലടിച്ച് അവിടെ ഇട്ടു. ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ കാരമലിൻ്റെ ടേസ്റ്റൊക്കെ അരിയിലേക്ക് പിടിക്കുകയും ചെയ്തു. കുതിർത്തിയ കാരണമായിരിക്കും നന്നായിട്ട് വെന്തുണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. വീണ്ടും അത് തുറന്നിട്ട് ഈ പാലൊഴിച്ചു. വേറെ ഒന്നും ആവശ്യമില്ല. 1 ടീസ്പൂൺ നെയ്യും കൂടിയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. പാലടയിൽ നമ്മൾ അത്രയല്ലേ ഇടുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ലൂസായ കാരണം കുറച്ച് നേരം അവിടെ ചെറുതീയിലിട്ടിട്ട് ഒന്ന് കുറുതാവാനിട്ടു കേട്ടോ. കുറുകി വരുമ്പോഴല്ലേ ഇങ്ങനെ ഒന്നിനോടൊന്നും ഇങ്ങനെ
വേറെ തിരിഞ്ഞ് കിടക്കാൻ പാടില്ല, പാലും അരിയും കൂടി കേട്ടോ. അപ്പോൾ അത് യോജിക്കണ വരെ അത് കുറുതാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കണം. ഞാനത് കാണിക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ കൂട്ടുകാർ മറക്കാണ്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. അണ്ടിപ്പരിപ്പോ മുന്തിരി ഒക്കെ വറുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം. പിന്നെ ഞാനൊരു മസാല ബോക്സ് ഉണ്ടാക്കി എളുപ്പത്തിലുള്ളത് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലത്തെ ഗ്ലാസ്സുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ കാശ്മീരി മുളക് പൊടി, നല്ല മുളക് പൊടി, മല്ലിപ്പൊടി കേട്ടോ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകത്തിൻ്റെ പൗഡർ, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്ര എടുത്തുകൊണ്ട് ഈ പാത്രം കുറേ കാലമായിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നത്. വേറെ ഞാൻ കാര്യമായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. അപ്പം അങ്ങനെ ഒരു മസാല ബോക്സും റെഡി സെറ്റാക്കി എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഈ ഐഡിയ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത് കേട്ടോ, കമൻറ്റ് ഇടാനും മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ന്യൂ ഇയറൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും അല്ലേ എല്ലാവരും. അങ്ങനെ ഓക്കെ, നാളെ 9 മണിക്ക് കാണാം.